ഹലോ ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞാനിന്നതേ കുറച്ച് മുളകുമായിട്ടാണ് വന്നേക്കണത്. ഉച്ച ഊണിനൊരു മുളക് കറി ആക്കാമെന്ന് ഓർത്തു. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മുളകൊരു 5-6 എടുത്തിട്ടുണ്ട്. കാര്യം ഇത് എരിവ് തീരെ ഇല്ലാത്ത മുളകാണ്, പച്ചമുളക്. അപ്പം അതൊരു 5-6 മുളക് എടുത്തു. എന്നിട്ട് അതിൻ്റെ നടുഭാഗം വളരെ കെയർഫുള്ളായിട്ട് നടുഭാഗം മാത്രം ഒന്ന് കീറിയെടുക്കുക. മുളക് മുഴുവൻ കട്ടായി പോവാണ്ട് നോക്കണം. നടുഭാഗം മാത്രമേ കീറാവൂ. അപ്പം ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോഴേ. അപ്പം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുളകിൻ്റെ തണ്ടൊക്കെ മാറ്റി മുളകെടുക്കാം. ഇനി നമ്മൾക്ക് ഈ മുളകിനെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വറുത്തല്ല, ഞാനൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചു, പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. എനിക്ക് കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചേറെ കടുക് ഇട്ട് കൊടുക്കും. ഇതേ കണ്ടോ, ഈ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഇത് മുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ മൂപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ നമുക്ക് വറുത്ത് വേണമെങ്കിൽ എടുക്കാം. വറുത്തെടുക്കുമ്പോൾ എണ്ണ കുറച്ചേറെ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഞാൻ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞത്. അതായത് പച്ചമുളകിൻ്റെ പച്ച കളറൊന്ന് മാറി ഒരു ഗോൾഡൻ വൈറ്റ് കളർ ആവണം. ഇതാണ് പരുവം. കണ്ടോ, ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുളകിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് മുളകിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുളകിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് കിട്ടണം. അതാണ് ഞങ്ങൾ നടുക്ക് കീറിയതൊക്കെ അതിനാണ്. എന്നിട്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനിട്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ടൊരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മുളകും മഞ്ഞളും ഉപ്പൊക്കെ നമ്മുടെ വറുത്ത മുളകിലേക്ക് പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഈ മുളക് കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് കൂട്ടുന്ന ഒരു സാധനം എന്താണെന്നറിയണ്ടേ? ഇതാണ് കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുമ്പോൾ ഈ കായമൊക്കെ ഈ വറുത്ത മുളകിലേക്ക് പിടിച്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ മുളക് കറിയുടെ കൂട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കട്ട കളഞ്ഞ് കുറച്ച് തൈര് എടുത്ത് വെക്കാം. നന്നായിട്ട് അടിച്ചെടുക്കുക തൈര്. കണ്ടോ, ഈ തൈരിലേക്ക് നമ്മളുടെ മുളക് കൂട്ടിനെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് കറി റെഡി. ഇത്രയും പെട്ടെന്ന് ഒരു ചോറിനൊരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതി ശരിക്കും ചോറുണ്ണാൻ. നമുക്ക് നന്നായി ചോറുണ്ണാം. വേറൊന്നും വേണമെന്നൊക്കെ തോന്നുന്നില്ല, അത്രയും ടേസ്റ്റാണ്. പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒന്നും തപ്പി എങ്ങോട്ടും പോകണ്ട. നമ്മുടെ ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഈസിയാക്കി എടുക്കാൻ പറ്റുന്ന വേറൊരു കറി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ എന്നും രസം, സാമ്പാർ, പുളിശ്ശേരിയൊക്കെ വെച്ച് ബോറടിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. പിന്നെ എൻ്റെ പേജസിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ പേജസ് ഒന്ന് കാണുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക മറക്കരുത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.